വചനമൊഴി ജനുവരി 6 ദനഹ തിരുനാൾ. വചനഭാഗം സംഖ്യ 24:15-25, യേശയ്യ 11:1-5, തീത്തോസ് 3:1-7, മത്തായിയുടെ സുവിശേഷം 3:13-17. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനന്തരം ഈശോ ഗലീലയായിൽ നിന്ന് ജോർദാനിൽ യോഹന്നാന്റെ അടുത്തേക്ക് അവനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കാൻ വന്നു. യോഹന്നാൻ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടത് ആവശ്യമായിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? ഈശോ മറുപടിയായി അവനോട് പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ്. അപ്പോൾ അവൻ സമ്മതിച്ചു. മാമോദീസ കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാരൂപി പ്രാവിനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ദനഹ തിരുനാളാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ തിരുനാൾ. മനുഷ്യനായി അവതരിച്ച മിശിഹ തന്നെ ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തിയ മഹത്തായ സംഭവത്തെ അനുസ്മരിക്കുന്ന ദിവസമാണിന്ന്. സർവനീതിയും പൂർത്തിയാകുവാൻ വേണ്ടി മനുഷ്യകുലത്തോട് തന്നെ സമനാക്കി പാപമോചനത്തിനായുള്ള മാമോദീസ സ്വീകരിക്കുന്നു. മനുഷ്യകുലത്തിൻ്റെ പാപം പോക്കുവാൻ വേണ്ടി വന്ന മിശിഹ തൻ്റെ ദൗത്യമാണ് ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത്. ഈശോയുടെ മാമോദീസായിലൂടെ സ്വർഗം തുറക്കപ്പെട്ടു. സ്വർഗത്തിൻ്റെ സാക്ഷ്യമാണ് തിരുവചനത്തിൽ നാം ശ്രവിച്ചത്. ദൈവത്തിൻ്റെ അരൂപി പ്രാവ് ഇറങ്ങി വരുന്നത് പോലെ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും സ്വർഗത്തിൽ നിന്ന് ഉണ്ടായ സ്വരവും മിശിഹായുടെ ദൈവപുത്രത്വം ഏറ്റുപറയുന്നതാണ്. മിശിഹായുടെ ദൈവത്വം പ്രഖ്യാപിക്കുന്നതാണ്. പിതാവിൻ്റെ സ്വരവും പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യവും പുത്രൻ്റെ മാമോദീസായിലൂടെ വെളിവാക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ പ്രത്യേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രത്യേക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുൻപിൽ നാം ഓരോരുത്തരും വിശ്വാസം ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ചവരാണ്. ആ സത്യവിശ്വാസം ജീവിതത്തിലുടനീളം പാലിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും മാമോദീസായിൽ നാം സ്വീകരിച്ച വിശ്വാസം മരണം വരെ കാത്തു സൂക്ഷിക്കുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവിക സാന്നിധ്യം മനുഷ്യകുലത്തിന് വെളിപ്പെടുത്തിയ ഈ ദനഹ തിരുനാളിൽ ദൈവസാന്നിധ്യ ബോധത്തോടെ ജീവിച്ച് ജീവിത വിശുദ്ധിയിൽ വ്യാപരിക്കുവാൻ കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.